അരുൺ രാജ് ഇപ്പോൾ ഉള്ളത് അതുല്യയുടെ വസതിയിലാണ്. നേരത്തെ പിതാവിന്റെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അഭിഭാഷകൻ പറയുന്നത് കേട്ടല്ലോ, ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ. അപ്പോൾ അതിനോടും പിതാവ് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും അനുജ, എന്തായാലും ഈ സതീഷിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതിൽ ആശ്വാസത്തിലായിരുന്നു ഈ കുടുംബം. പക്ഷേ ഇവർ ഇപ്പോഴാണ് അറിയുന്നത് ഈ സതീഷിന് ഇടക്കാല ജാമ്യം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോഴാണ് പിതാവ് അടക്കമുള്ളവർ അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും തന്നെ തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതുല്യയുടെ പിതാവ് രാജശേഖരൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഇതിന് ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന വിവരമാണ് ഒടുവിൽ ഈ തെക്കുംഭാഗം പോലീസിൽ നിന്നും കരുനാഗപ്പള്ളി ASPയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പിന്നീട് എപ്പോഴെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് എത്തിയിരുന്നോ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന്? ഇല്ല, അതിനുശേഷം അന്ന് ഞങ്ങൾ കരുനാഗപ്പള്ളി ACP ഓഫീസിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവുകളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയോ എന്തോന്നും നമുക്കറിയത്തില്ല. അവിടെ നിന്ന് പോലീസൊന്നും നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നെ ജാമ്യം കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞല്ലോ. ജാമ്യം കിട്ടി, ഇത്രയും ഒരു കുറ്റവാളിയായി അവനെ മദ്യത്തിനടിമയായി അവന് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണ്. ഇങ്ങനെയുള്ള കുറ്റവാളികൾ പിന്നെ രക്ഷപ്പെടാനാണ് ഇതിനെ കോടതിയെ സമീപിക്കും. ഇതിനെ അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ഇനി വേണ്ടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ ഇങ്ങനെ പിന്നെ നല്ല രീതിയിലുള്ള ക്രിമിനലുകൾ ഇറങ്ങിപ്പോവുകയും നിസ്സാരപ്പെട്ട കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അകത്ത് കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ഇക്കാര്യത്തിൽ വലിയ വേദനയിലാണ് ഈ കുടുംബം. കാരണം സതീഷിന് ജാമ്യം കിട്ടി എന്നുള്ള കാര്യം ആ കുടുംബത്തിന് ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ഈ വിഷയം ഇതുവരെ അവർ അറിഞ്ഞിരുന്നില്ല. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സതീഷിന്റെ ജാമ്യം റദ്ദി നടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് കുടുംബം ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് അതുല്യ അനുഭവിച്ച പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക പീഡനങ്ങളുടെ തെളിവുകൾ സഹിതം അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട് എന്നുകൂടി കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. അതുല്യയുടെ ഭർത്താവ് സതീഷാണെന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്. അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്, ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഭിഭാഷകൻ പറയുന്നത്. അതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകണമോ എന്നുള്ളതിൽ ആലോചന നടത്തും എന്നതാണ് കുടുംബത്തിന്റെ പിതാവിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.